ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വമ്പൻ വികസന പദ്ധതിയുമായി ഇന്ത്യ മുന്നേറുകയാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നടപ്പാക്കുന്ന ബഹുമുഖ വികസന പദ്ധതി സാമ്പത്തിക നേട്ടങ്ങൾക്കുമപ്പുറം ദേശീയ സുരക്ഷയിലും സമുദ്രതന്ത്രങ്ങളിലും രാജ്യത്തിന് വലിയ മുൻതൂക്കം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഏകദേശം 1600 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രതന്ത്ര കേന്ദ്രങ്ങളിലൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം $11 ബില്യൺ ചെലവിൽ നടപ്പാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിയിലൂടെ ദ്വീപിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള സമുദ്ര വ്യാപാര സുരക്ഷാ കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, സിവിൽ സൈനിക ആവശ്യങ്ങൾക്കൊന്നിച്ചുള്ള വിമാനത്താവളം, വൈദ്യുതോൽപാദന കേന്ദ്രം, വിനോദസഞ്ചാര വികസന പദ്ധതികൾ, താമസ സൗകര്യങ്ങളോട് കൂടിയ പുതിയ നഗരവികസനം എന്നിവ ഉൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ഔദ്യോഗികമായി ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സമുദ്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന തന്ത്രങ്ങളും ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും സമുദ്രപാതകളിലെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഗ്രേറ്റ് നിക്കോബാർ നിർണായക പങ്കുവഹിക്കുമെന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തിടെ പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവവികാസങ്ങളും ലോക സമുദ്രപാതകളുടെ തന്ത്രപ്രാധാന്യം വീണ്ടും ചർച്ചയാക്കി. നിർണായക കടൽപാതകൾ നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയുന്ന രാജ്യങ്ങൾക്ക് ആഗോള വ്യാപാരത്തിലും സുരക്ഷാ രംഗത്തും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഈ സംഭവങ്ങൾ തെളിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ പ്രസക്തി കൂടുതൽ ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ മലാക്ക കടലിടുക്ക് ഇന്ത്യയുടെ ഈ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മിഡിൽ ഈസ്റ്റിനെയും കിഴക്കൻ ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പ്രധാന കടൽപാതയായ മലാക്കയിലൂടെ ലോക വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതമാണ് കടന്നുപോകുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഈ പാതയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ചൈനയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും മറ്റ് ഇറക്കുമതികളിൽ വലിയ വിഹിതവും ഈ കടലിടുക്കിലൂടെയാണ് എത്തുന്നത്. അതിനാൽ മലാക്ക കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും ചൈനയ്ക്ക് അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്. മലാക്ക കടലിടുക്കിനോട് വളരെ അടുത്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ പ്രദേശത്ത് ഇന്ത്യ വികസിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സമുദ്രപാതകളെ കൂടുതൽ ഫലപ്രദമായി നിരീക്ഷിക്കാൻ സഹായിക്കും. ചരക്കു കപ്പലുകളുടെയും എണ്ണക്കപ്പലുകളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാനും ആവശ്യമായ സാഹചര്യങ്ങളിൽ അതിവേഗ പ്രതികരണം നടത്താനും ഇന്ത്യക്ക് കൂടുതൽ ശേഷി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുകിഴക്കൻ അറ്റത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ ഇതിനെ അതീവ തന്ത്രപ്രധാനമുള്ളതാക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്രപാതകൾക്ക് സമീപത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കിഴക്കൻ ഏഷ്യയിലേക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുമുള്ള ചരക്കു നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് ഇത് സഹായകരമാകും. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും വിന്യസിക്കുന്നതോടെ മലാക്ക കടലിടുക്കിലെ കപ്പൽ ഗതാഗതം കൂടുതൽ കൃത്യതയോടെ നിരീക്ഷിക്കാൻ സാധിക്കും. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, പ്രതിരോധ സന്നദ്ധത എന്നിവയിൽ ഇന്ത്യക്ക് ഇതിലൂടെ പുതിയ ശേഷികൾ കൈവരും. പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വിമാനത്താവളം വലിയ വാണിജ്യ വിമാനങ്ങൾക്കും ആധുനിക യുദ്ധവിമാനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കും. അതോടൊപ്പം ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് പ്രധാന കേന്ദ്രമായി ഗ്രേറ്റ് നിക്കോബാർ മാറാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തും വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നു. ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവും മ്യാൻമാറിലെ ക്യൂക്പ്യൂ തുറമുഖവും വികസിപ്പിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഗ്രേറ്റ് നിക്കോബാറിന് ലഭിച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം മറ്റേതെങ്കിലും തുറമുഖം വഴി മറികടക്കുക ചൈനയ്ക്ക് എളുപ്പമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പദ്ധതി പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. ഭാവിയിൽ ഏതെങ്കിലും സുരക്ഷാ വെല്ലുവിളികളോ പ്രാദേശിക സംഘർഷങ്ങളോ ഉണ്ടായാൽ ഗ്രേറ്റ് നിക്കോബാറിലെ സൈനിക സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യക്കും സൗഹൃദ രാഷ്ട്രങ്ങൾക്കും വലിയ തന്ത്രപരമായ പിന്തുണ നൽകാൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുന്നതോടൊപ്പം ചൈനയുടെ സമുദ്ര നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനും ഈ പദ്ധതി രാജ്യത്തിന് സഹായകരമാകുമെന്നാണ് പ്രതിരോധ മേഖലയിലെ വിലയിരുത്തൽ. സാമ്പത്തിക വളർച്ച, സമുദ്ര വ്യാപാരം, ദേശീയ സുരക്ഷ, പ്രാദേശിക വികസനം, തന്ത്രപ്രധാന സൈനിക സാന്നിധ്യം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ദീർഘകാല നിക്ഷേപ പദ്ധതികളിലൊന്നായി ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ ഭാവി ശക്തി നിർണ്ണയിക്കുന്ന പ്രധാന കേന്ദ്രമായി ഈ ദ്വീപ് മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.